ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, ദേവാലയത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നത് കേട്ടപ്പോൾ കർത്താവായ യേശു നൽകിയ മറുപടി ചിന്തനീയമാണ്. ഇവ നിങ്ങൾ കാണുന്നില്ലേ? കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഇവയെല്ലാം തകർക്കപ്പെടുന്ന ദിവസം വരും എന്നാണ് അവിടുന്ന് പറഞ്ഞത്. ഈ വാക്കുകൾ സഹോദരങ്ങളെ കേവലം ജെറുസലേം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ള പ്രവചനം മാത്രമല്ല, മറിച്ച് ഈ ലോകത്തിലെ നശ്വരമായ എല്ലാറ്റിനെയും കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. യുദ്ധങ്ങളും കലാപങ്ങളും ഭൂകമ്പങ്ങളും പകർച്ചവ്യാധികളും ഉണ്ടാകുമ്പോൾ നാം പലപ്പോഴും ഭയചകിതരാകുന്നു. എന്നാൽ കർത്താവായ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് എന്ന്. എന്നാൽ അന്ത്യം ഉടൻ ഉണ്ടാകില്ല. ഈ അടയാളങ്ങൾ ലോകാവസാനത്തിൻ്റെ സൂചനകളല്ല, മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് നാം തിരിച്ചറിയണം. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഈ സംഭവങ്ങൾക്കിടയിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൽ ആശ്രയിക്കുകയും അവിടുത്തെ വചനത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവർക്ക് ഈ പ്രതിസന്ധികളെ നേരിടാൻ ശക്തി തീർച്ചയായും ദൈവം തരും. ഭൗതികമായ കെട്ടിടങ്ങളിലല്ല, മറിച്ച് ക്രിസ്തുവാകുന്ന ഉറച്ച പാറമേലാണ് നമ്മുടെ വിശ്വാസം പണിതുയർത്തേണ്ടത്. അതിനാൽ ലോകത്തിലെ സംഭവ വികാസങ്ങളിൽ നാം ഉത്കണ്ഠപ്പെടാതെ ദൈവത്തിലുള്ള നമ്മുടെ പ്രത്യാശയിൽ ഉറച്ചു നിൽക്കാം. അവിടുന്ന് നമ്മെ ഒരിക്കലും കൈവിടില്ല എന്ന ഉറപ്പോടെ മുന്നോട്ട് പോകാം. ആമേൻ.